സൗഭദ്ര ആയുർവേദ ആശുപത്രിയുടെ ഗൃഹവൈദ്യ അറിവുകളിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് കേരളത്തിൽ എല്ലാ സ്ഥലങ്ങളിലും ഒരു പകർച്ചപ്പനി വ്യാപിച്ചിരിക്കുകയാണ്. ആ പകർച്ചപ്പനിയുടെ പ്രശ്നങ്ങൾ കുറേയുണ്ട്. ഒന്ന്, കണ്ണ് ചുമക്കുക, കണ്ണിൻ്റെ ചുവടിൽ ചൊറിച്ചിലുണ്ടാവുക, തൊണ്ടയിലൊക്കെ വലിയ കഫം കെട്ടുക, ജലദോഷവും ഒരു ചെറിയ പനിയും ഒക്കെ ആയിട്ട് ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ഒരാളിൽ നിന്ന് ഒരാളിലേക്ക് പകരുന്നുമുണ്ട്. സ്കൂളിൽ നിന്ന് കുഞ്ഞുങ്ങൾ വരുമ്പോൾ അത് വീട്ടിലെല്ലാവർക്കും ആകുന്നു. അങ്ങനെ ആകെ ഒരു പ്രയാസം അനുഭവിക്കുന്ന ഒരു കാലാവസ്ഥയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുന്നത്. വീട്ടിൽ ലളിതമായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. കുറച്ച് ഇഞ്ചി, ഒരുപാട് വേണ്ട, ഇതിൻ്റെ തോല് കളഞ്ഞ് വളരെ കുഞ്ഞായിട്ട് അരിഞ്ഞ് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് ഇത്തിരി തേനും ഒഴിച്ച് ഇട്ട് വയ്ക്കുക. എല്ലാ ദിവസവും ഇത്തിരിച്ച് ഒരുപാട് വേണ്ട, ഒരു കുഞ്ഞ് ടീസ്പൂൺ വെച്ച് എല്ലാവർക്കും കൊടുക്കുക. അപ്പോൾ ഈ പകർച്ചപ്പനി അകറ്റാനും ഈ ജലദോഷത്തെയും കഫക്കെട്ടിനെയും അകറ്റാനും ഒക്കെ അത് സാധിക്കും. കഴിഞ്ഞ ദിവസത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം പഴുത്ത മാവിൻ്റെ ഇലയാണ്. മാവാണ് ഔഷധച്ചെടി എന്ന് ഞാൻ ഉദ്ദേശിച്ചത്. പഴുത്ത മാവിൻ്റെ ഇല. അതുകൊണ്ട് പല്ല് തേച്ചാൽ മതി. നന്നായിട്ട് കഴുകിയിട്ട് തെറുത്ത് നന്നായി പല്ല് തേച്ചാൽ തീർച്ചയായിട്ടും പല്ലിനെ നിറം വരാനും കേടുപാടുകളെ കുറയ്ക്കാനുമൊക്കെ സഹായിക്കും. ഈ ഉത്തരം അറിയിക്കുമ്പോൾ വാട്സപ്പിൽ അറിയിക്കരുത് ദയവായിട്ട്. യൂട്യൂബിലെ കമൻറ്റ് ബോക്സിൽ തന്നെ ഇടണം. അവിടെ നിന്നാണ് ഉത്തരങ്ങൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഉത്തരം ശരിയുള്ളവർ ഇന്ന് തന്നെ, മുമ്പ് അഡ്രസ്സ് ഇട്ടതെന്ന് കണക്കാക്കരുത്. ഇന്ന് തന്നെ അഡ്രസ്സ് ഇടുകയാണെങ്കിൽ ഇതുവരെ നന്മയുടെ കരുതൽ കിട്ടാത്തവർക്ക് ഇട്ടാൽ മതി. നാളെ തന്നെ ഇവിടെ അയക്കുകയും ചെയ്യും. അടുത്ത ചോദ്യം ഇതാണ്. മലദ്വാരത്തിലൂടെ വാർന്നു പോകുന്ന ബ്ലീഡിങ് പല കാരണങ്ങൾ കൊണ്ടുണ്ടാകാം. ചിലപ്പോൾ രക്തത്തിൽ ക്യാൻസർ വന്നാൽ, ബ്ലഡ് ക്യാൻസർ വന്നാലും അങ്ങനെ വരാം. പക്ഷേ പൈൽസോ അതോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും ടൈപ്പ് ബ്ലീഡിങ് ആണെങ്കിൽ അതിനെ നിർത്താനുള്ള നല്ലൊരു ഔഷധച്ചെടിയുണ്ട്. ഇത് പറയാമോ? നന്ദി, നമസ്കാരം.